ഓർമ്മകൾ മാത്രം മാറാപ്പിലേറ്റി എങ്ങു നിന്നെങ്ങോട്ടോ യാത്ര. ദുഃഖമാം ചുമടും ചുമലിലേന്തി അനന്തമാം തീരത്തേക്ക് യാത്ര. തിരവന്നു തഴുകിയാൽ അലിയുന്ന കളിമൺശിലയോ ഞാൻ. ഒരുവൻ തിരവന്നു തഴുകിയാൽ അലിയുന്ന കളിമൺശിലയോ ഞാൻ. ഒരു കാറ്റു വീശിയാൽ അറിയാതെ വീഴുന്ന വാടിത്തളർന്നൊരീ ചെമ്പകമോ. ഒരു കാറ്റു വീശിയാൽ അറിയാതെ വീഴുന്ന വാടിത്തളർന്നൊരീ ചെമ്പകമോ. ഓർമ്മകൾ മാത്രം മാറാപ്പിലേറ്റി എങ്ങു നിന്നെങ്ങോട്ടോ യാത്ര. ദുഃഖമാം ചുമടും ചുമലിലേറ്റി അനന്തമാം തീരത്തേക്ക് യാത്ര. സ്വപ്നം കൊണ്ടു ഞാൻ തീർത്തതാണോ ഇത്, വെറുമൊരു കളിവീടാണോ? സ്വപ്നം കൊണ്ടു ഞാൻ തീർത്തതാണോ ഇത്, വെറുമൊരു കളിവീടാണോ? മകരത്തിൽ പെയ്യുന്ന മഞ്ഞ് പോലൊരുകുന്നു ഞാനറിയാതെൻ്റെ നൊമ്പരങ്ങൾ. മകരത്തിൽ പെയ്യുന്ന മഞ്ഞു പോലൊരുകുന്നു ഞാനറിയാതെൻ്റെ നൊമ്പരങ്ങൾ. ഓർമ്മകൾ മാത്രം മാറാപ്പിലേറ്റി എങ്ങു നിന്നെങ്ങോട്ടോ യാത്ര. കുഴപ്പമില്ല, ഇന്ന് വരാമെന്നാ പറഞ്ഞേ. ഞാൻ നോക്കി നിൽക്കുക. അല്ല, എന്തോ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയോ? തുടങ്ങിയോന്ന് ചോദിച്ചാൽ തുടങ്ങി. എന്ത് ബിസിനസ്സാ? അതൊക്കെ വഴിയാ മനസ്സിലാവും. പിന്നെ എനിക്ക് അശ്വതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്നോടോ? അതെ, തന്നോട് തന്നെ. സംസാരിച്ചോ? ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. ഇവിടെ വന്ന് അശ്വതി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അശ്വതി ഇഷ്ടമായി. എന്നെ അശ്വതിക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ അശ്വതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ? ഇഷ്ടമായാലേ വിട്ടേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാര്യങ്ങൾ തുറന്നു ചോദിക്കുന്ന കൂട്ടത്തിലാണെന്ന്. അതല്ല, ഇഷ്ടവും അനിഷ്ടവും നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. പിന്നെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, ഇവിടെ അച്ഛനും ഏട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ. അറിയാം. ഈ അവസ്ഥയിൽ അശ്വതി ഇതൊന്നും ആരോടും പറയണ്ട. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. എനിക്കിപ്പോൾ അറിയേണ്ടത് അശ്വതിയുടെ മനസ്സാണ്.
എനിക്കൊട്ടും തിരുത്തമില്ല. മറുപടി ആലോചിച്ച് സാവധാനം പറഞ്ഞാൽ മതി. പക്ഷേ അനുകൂലമായിരിക്കണം എന്ന് മാത്രം. വന്നു പോകുന്നത് ആരാണെന്ന് പോലും നോക്കണ്ട. എല്ലാവരോടും കൊഞ്ചിയും കൊഴിഞ്ഞും നിന്നോണം. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കുമ്പോ കുറ്റം വീട്ടിലുള്ളവർ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടത്തി. പിന്നെ അവൻ പോയപ്പം എന്നാ ഒരു സ്വപ്നം കാഴ്ച. ഏട്ടത്തി എന്തിനാ വേണ്ടാത്തതൊക്കെ പറയുന്നേ? ഏട്ടൻ ഭ്രാന്തനാണെന്ന് നാടും നാട്ടുകാരും പറഞ്ഞു തുടങ്ങി. ഇനി അനുജത്തിയുടെ ഇങ്ങനെ ഒരു പേര് കേൾപ്പിച്ച നമ്മുടെ വീടിന് നല്ല പേരാകും. ഏട്ടത്തി അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അതെങ്ങനാ? ഇവിടെ ഒരുത്തൻ അച്ഛനെയും കൂടെപ്പിറപ്പിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുമല്ലേ. എന്താ ചേച്ചി വല്ലാതെ? ക്രിസ്റ്റി ഇതുവരെ വിളിച്ചില്ലേ? ഇല്ല മോളെ, ഇതുവരെ വിളിച്ചില്ല. ഇനി ഈ അപ്പനെ അവന് വേണ്ടായിരിക്കും. ഇപ്പോഴത്തെ കാലമല്ലേ, എനിക്ക് കുറച്ചുകൂടി ആവശ്യതയായി കഴിഞ്ഞാൽ ഞാൻ അവനൊരു ഭാരമാകുമെന്ന് അവൻ കരുതുന്നുണ്ടാവും. അങ്ങനെ ഞാൻ അവനൊരു ഭാരമാവില്ല. എത്രയോ വൃദ്ധസദനങ്ങളാ ഇവിടെയുള്ളത്. ക്രിസ്റ്റി അങ്ങനൊന്നും ചിന്തിക്കുന്ന ആളല്ല. അച്ചാച്ചി അവന് ജീവനാ. അവൻ എന്തെങ്കിലും തിരക്ക് കാണും, അതാ വിളിക്കാത്തെ. ആ, ആശുപത്രിക്കാർ വരാറായോ? അതറിയാനാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഞാനും നോക്കി നിൽക്കുക. എന്താ മൂന്തനെ ഉപദേശിക്കാനാണേൽ വേണ്ട. മൂന്തൻക്ക് വേണ്ടിയാ ഈ ഞാൻ ജീവിക്കുന്നത്. നീ പോയി മനുഷ്യനെ വിഷമിപ്പിക്കാതെ ചെല്ല്. നീ എവിടെ പോവാ? അവിടെ നിൽക്കേ. ഈ മൂതൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. വല്ലപ്പോഴുമെങ്കിലും ഈ മുകുന്ദന്റെ സങ്കടത്തിന്റെ കെട്ടൊന്ന് ഇറക്കി വെക്കട്ടെ. വെറും 3 ദിവസം കൊണ്ട് അവസാനിച്ചതാ ഈ മുകുന്ദന്റെ വിവാഹ ജീവിതം. എന്റെ വൈകല്യം എന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും നാണക്കേട്. ആദ്യ വിരുന്നിന് പോയപ്പോ തന്നെ അവളുടെ പരിഹാസം സഹിക്കാൻ പറ്റില്ല. ഞാൻ അവളെ അവിടെയാക്കി പോന്നു. പിന്നെ അവളെ തിരിച്ചു വിളിക്കാൻ ചെല്ലണ്ട എന്ന് അവരുടെ വീട്ടുകാർ ആള് വിട്ട് അറിയിച്ചു. പിന്നെ കുറെ നാൾ കാത്തിരുത്തു. കാത്തിരിപ്പിന് ഫലമുണ്ടായി. വന്നു അവളല്ല, വിവാഹമോചനത്തിനുള്ള നോട്ടീസ്. ഞാനൊരു മടിയും കൂടാതെ അത് ഒപ്പിട്ട് കൊടുത്തു. ഇനി ആർക്കു വേണ്ടി കാത്തിരിക്കാനാ? എന്തിനാ സൽസമോയെ നടക്കുന്നത്? നീ ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാതെ പോയി കിടന്നുറങ്ങ. ചെല്ല്, പോയി കിടന്നുറങ്ങു. മൂന്താ മോളെ, അവൻ പറഞ്ഞതൊക്കെ സത്യമാ. അവനെ ഇനി തിരുത്താൻ നമ്മളെ കൊണ്ടാവില്ല. അവർ വന്നെന്ന് തോന്നുന്നു. ഏട്ടൻ വിശ്രമിക്കട്ടെ, അവന് നല്ല ക്ഷീണമാണ്. മോൾ അവനെ കൊണ്ട് അകത്ത് കിടത്ത്. എന്തു പറഞ്ഞു മാധവേട്ട അവന്റെ കാര്യം? പഴയതുപോലെ അല്ല. ഇനി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അവന്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യവും ഇനി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവനെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒരിക്കലും തിരിച്ചുകൊണ്ടാൻ വരില്ലെന്നാണ്. മോളെ, നീ ഏട്ടനെ ശ്രദ്ധിക്കണം. വെളിയിലെങ്ങും വിടണ്ട. അച്ഛാ, ലീവ് പോലും എഴുതി വയ്ക്കാതാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നത്. സ്റ്റേഷനിൽ പോയി കുറച്ച് ദിവസത്തേക്ക് കൂടി ലീവ് എഴുതി കൊടുത്തിട്ട് വരാം. ഞാനിവിടെ ഉണ്ടല്ലോ, നീ വയ്ക്കോ. മോളെ, ഏട്ടന് വെള്ളം വല്ലതും വേണമെന്ന് ചോദിക്കും. ചെല്ലേ.
എടോ, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കുറച്ച് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. മാധവേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാൻ മുഖവരുടെ ആവശ്യമുണ്ടോ? സർവീസിലിരുന്ന കാലത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. നിയമത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അല്ല, ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്താ ഉണ്ടായേ? ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ വയനാട്ടിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് RR നടപ്പിലാക്കാൻ പോയ ഒരു വീട്ടിൽ ഞങ്ങളുടെ കൺമുമ്പിൽ ആ വീട്ടുടമസ്ഥൻ ആത്മഹത്യ ചെയ്ത കാര്യം. അത് 10-18 വർഷം മുമ്പല്ലേ? ആ സംഭവത്തിൽ ഞാൻ നിരപരാധിയാണെങ്കിലും എന്നെ മാനസികമായി ഒരുപാട് തളർത്തിയിരുന്നു. അന്ന് അവരുടെ ബന്ധുക്കളടക്കം എന്നെ തെറ്റുകാരനായി കരുതി. അവിടുന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് മരിച്ചയാളുടെ ഭാര്യയെയും മകനെയും ഒന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. അവരെയെങ്കിലും എൻ്റെ നിരപരാധിത്വം ഒന്ന് ബോധിപ്പിക്കാൻ. എന്നാൽ അവരെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ അച്ഛൻ മരിച്ചു കിടക്കുന്ന കണ്ട് വാവിട്ട് കരഞ്ഞ ആ 6 വയസ്സുകാരൻ ഇന്ന് യോഗ്യനായ ഒരു ചെറുപ്പക്കാരനായി നമ്മുടെ കൺമുമ്പിലെത്തി. മുറിവേറ്റ പാമ്പിന്റെ പകയുമായി അവൻ ഇവിടുന്ന് എന്നെ തേടിയെത്തി. ആരാവൻ? അവനാ മൂന്നിനോട് താമസിക്കുന്ന ജഗത് നാരായണൻ. അവന്റെ കണ്ണിൽ പകയുടെ അഗ്നി ആളുന്നത് ഞാൻ കണ്ടടോ. അവൻ എന്നെ എന്തു വേണേ ചെയ്തോട്ടെ, എന്റെ മക്കളെ. എന്ത് മണ്ടത്തരവാ മാധവേട്ടാ നിങ്ങൾ ഈ പറയുന്നേ? ഇവിടെ വന്നവൻ കളിക്കാനോ? അതും നമ്മുടെ രഘു ഇവിടെ ഉള്ളപ്പം? അവന്റെ അനാഥത്വം അവന് നൽകിയ വേദന, അവന്റെ അമ്മയുടെ കണ്ണീർ അവന് നൽകിയ ശക്തി, അത് രഘുവിനെ പോലെ 100 പേര് വിചാരിച്ചാലും തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. മാധവേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ലെന്നേ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ചെല്ലേ, മാധവേട്ടൻ പോയി വിശ്രമിക്കേ. ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അവന്റെ കളി ശക്തി കൊണ്ടാവണമെന്നില്ല, ബുദ്ധി കൊണ്ടായിരിക്കും. അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായാലോ? പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പിള്ളേരറിയണ്ട. ഇതിനൊക്കെ എന്തിനാ പിള്ളേര്? ഇതൊക്കെ തീർക്കാൻ ഞാൻ തന്നെ മതി. ചെല്ല്, പോയി കിടന്നു. അച്ഛൻ പോയി കിടന്നോ? ഞാൻ സ്റ്റേഷനിലോട്ടൊന്ന് പോവുക. അച്ചാച്ചിയുടെ കണ്ണ് രാജീവിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ ക്രിസ്റ്റി വിളിച്ചോ? ഇല്ല മോനെ, ഇതുവരെ വിളിച്ചില്ല. മനസ്സിന് വല്ലാത്തൊരു ആദിയ. അച്ചാച്ചി വിഷമിക്കണ്ട, അവൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവനെ ഒന്നുകൂടി വിളിക്കാം, നല്ല വഴക്കും പറയാം. ഇങ്ങനെ അങ്ങോട്ട് വിഷമിക്കാതെ കറിയാമാപ്പിളേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനിപ്പോ വന്നേ ഉള്ളൂ. പിന്നെ നിന്റെ ഏട്ടൻ എങ്ങനെയുണ്ട്? അത് ശരി, ഇപ്പൊ എന്റെ ഏട്ടൻ മാത്രമായോ? അതല്ല, എന്റേതെന്ന് കരുതി ഞാൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്നെ ഒഴിവാക്കുക. പിന്നെ എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിലുള്ള സ്നേഹം ഒരിക്കലും മാറുകയില്ല. ഏട്ടൻ നിന്നെ ഒഴിവാക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നീ അത് മനസ്സിലാക്കണം. നന്മയായാലും തിന്മയായാലും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നീ ഒന്ന് പറ. ഞാൻ പറഞ്ഞ മനസ്സ് മാറ്റിയാലും ഇനിയൊരു പ്രാർത്ഥന കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ നിന്റെ വീട്ടുകാർ തയ്യാറാകുമോ? ആ പാവത്തിന് ഇനി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അത് നടക്കാത്ത അവസ്ഥ വന്നാൽ അത് താങ്ങാനുള്ള കരുത്ത് ഇനി ഉണ്ടായെന്ന് വരില്ല. നീ എത്രയൊക്കെ പറഞ്ഞെന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഈ ജീവിതത്തിൽ മറ്റൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെ തന്നെ മരണം വരെ ജീവിക്കേണ്ടി വന്നാലും. പിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്നോടുള്ള സ്നേഹം ആ മനസ്സിലൊരു വേദനയായി മാറിയെങ്കിൽ ഇനി മുന്നിലേക്ക് വരുന്നില്ല. പിന്നെ നീ നിന്റെ ഏട്ടനോടൊരു കാര്യം പറയണം.
ഈ ഗായത്രി നിന്റെ ഏട്ടന് വേണ്ടി മരണം വരെ കാത്തിരിക്കുമെന്ന്. അച്ഛനെ വിളിക്കണത്തേക്ക് പോകുന്നെങ്കിൽ വേണ്ട. ഞാൻ വന്നത് അച്ഛനെ കാണാനല്ല, അശ്വതിയെ കാണാനാണ്. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ മറുപടി. ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ അച്ഛനും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. ആയിക്കോട്ടെ, അവരുടെ തീരുമാനത്തിന് മുമ്പ് എനിക്ക് തന്റെ തീരുമാനം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് മതി, എനിക്ക് ഈ മറുപടി മതി. ചെറുപ്പം മുതലേ ഒന്നിനു വേണ്ടിയും ഈ ജഗത് വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല. കരഞ്ഞാലും അത് വാങ്ങിത്തരാൻ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്തും സ്വയം നേടിയെടുക്കാൻ തന്ത്രത്തിന് മേൽ കുതന്ത്രം മെനഞ്ഞ ഇവിടെ വരെ എത്തിയതേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, തനിക്കെന്നല്ല ആർക്കും ഈ ജഗത് നാരായണനെ മനസ്സിലാവില്ല. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടേ. അതൊക്കെ പോട്ടെ, ഞാൻ ആഗ്രഹിച്ചു വന്ന മറുപടി അനുകൂലമാണെങ്കിൽ തനിക്ക് തരാൻ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ. അയ്യോ, എനിക്കൊന്നും വേണ്ട. അച്ഛനറിഞ്ഞ ആരും അറിയില്ലെന്നേ, ഞാനല്ലേ പറയുന്നത്. ഇത് പിടിക്കാൻ വേണ്ട. എന്റെ മകൾക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുവാൻ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. മോളകത്ത് പോകും. അച്ഛാ, പോകാനല്ലേ പറഞ്ഞത്? കൊള്ളാം, നല്ല ടൈമിങ്. അതെ, നീ ആരാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്റെ കണ്ണും കാതും നിന്റെ പിന്നാലെയാ. എന്നിട്ട് എന്ത് പ്രയോജനം മാധവൻ നായർ? ഈ ജഗത് വെറുതെ ഒന്നും ചെയ്യില്ല. ശത്രുവിന്റെ ബലവും ബലഹീനതയും അറിഞ്ഞിട്ട് ഈ ജഗത് നാരായണ യുദ്ധത്തിന് ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ജയം എനിക്കായിരിക്കും. പോട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഉദ്ദേശം നടക്കില്ല. നടക്കും, ഞാൻ നടത്തും മാധവൻ നായർ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. കാരണം അതിന്റെ വേദന എന്താണെന്ന് നിങ്ങൾ അറിയാം. ഭൂതകാലത്തിലെ കണക്ക് പുസ്തകത്തിൽ എനിക്കെത് ചേർക്കാൻ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നഷ്ടമെന്നറിയാത്ത ലാഭത്തിന്റെ കണക്കുകൾ മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വർത്തമാന കാലമാണ് എനിക്കെന്നുള്ളത്. എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി ഞാൻ മടങ്ങും. മരിച്ചുപോയ, അല്ല നിങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിക്കാൻ വന്ന എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി. ആ ദുഃഖത്തിൽ മനനൊന്നു മരിച്ച എൻ്റെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി എനിക്കിവിടെ ജയിച്ചേ പറ്റൂ. ഞാൻ അന്ന് ചെയ്തത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി? ഔദ്യോഗിക നിർവഹണത്തിൽ 100% സത്യം നിലനിർത്തിയ മംഗലത്ത് മഠത്തിൽ മാധവൻ നായർ കിട്ടിയ സമാധാനം എന്താ? ഭ്രാന്തനായ മകൻ വീട്ടിൽ സമാധാനക്കേട് മാത്രമുണ്ടാക്കുന്ന മൂത്ത മകന്റെ ദാമ്പത്യം. ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് തന്ന ശിക്ഷ. എന്നാൽ ദൈവത്തിന്റെ കോടതിക്കുമപ്പുറം വിചാരണയില്ലാതെ വിധി പറയുന്ന ഒരു കോടതി ഈ ജഗത് നാരായണന്റെ മനസ്സിൽ നെരിപ്പോട് പോലെ എരിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിലെ തീയണയാതെ സൂക്ഷിച്ച് ഇങ്ങനെ ചില മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയായിരുന്നു.
റൂമിന്റെ ഏതെങ്കിലും കോണിൽ ഈവളർ ഉണ്ടായിരുന്നു? അത് എനിക്ക് അശ്വതിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നാളെ ഉച്ചയ്ക്ക് ഞാൻ കോളേജിന് മുമ്പിൽ കാത്തു നിൽക്കും. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിരുന്നു കുറച്ച് സമയം സംസാരിക്കാം. ഞാൻ വരില്ല. അച്ഛനെങ്ങാനും അറിഞ്ഞ ആരും അറിയില്ലെന്നേ, ഞാനല്ലേ പറയുന്നത്. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? ഏട്ടത്തി എങ്ങോട്ടായി ഭാഗ്യമൊക്കെ ആയിട്ട്? എന്റെ വീട്ടിലേക്ക്. നിങ്ങളുടെ ഏട്ടന് വലുത് നിങ്ങളൊക്കെയാ. അതുകൊണ്ട് തന്നെ എന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഓരോരുത്തർ ചാടി രക്ഷപ്പെടാൻ തുടങ്ങിയല്ലേ? ഞാൻ ഇറങ്ങുവാ. ഏട്ടത്തി ഒന്ന് നിന്നേ. എന്റെ ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, എല്ലാവരെയും. പിന്നെ ഏട്ടത്തിക്ക് ഈ വീട് ഒരു മുങ്ങുന്ന കപ്പലായി തോന്നുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം, ആരും തടയില്ല. നീ എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. പോകുന്നെങ്കിൽ നിനക്ക് പോകാം. അകത്തേക്കോ പുറത്തേക്കോ ആരും ഇവിടെ തടയില്ല. പുറത്തേക്കാണെങ്കിൽ ആ പടി ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ നിന്ന് നീ പടിയിറങ്ങിയിരിക്കണം. ഏട്ടത്തി എങ്ങും പോകുന്നില്ല. നീ ഒന്ന് നിന്നേ. ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ കൊണ്ട് നെഴുതെടുത്ത വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ പിണക്കങ്ങളും പരിഭവങ്ങളും കൂടിച്ചേർന്നാലേ അതൊരു കളിവീടാകൂ. അല്ലാത്ത പക്ഷം അശാന്തിയുടെ കരിമ്പടം പതച്ച ശ്മശാനമായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ വീട്ടിലുള്ളവരെ സ്നേഹിച്ച് ഈ വീടിൻ്റെ മരുമകളായി അല്ല മകളായി ജീവിക്കാൻ നോക്ക്. എന്താ ഭാര്യയും ഭർത്താവും കൂടി? ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ കേട്ടു. അവൻ പറഞ്ഞതാ ശരി. പരസ്പരം കുറ്റങ്ങളും കുറവുകളും കണ്ടറിഞ്ഞ് അത് പരിഹരിച്ച് മുമ്പോട്ട് പോയാലേ കുടുംബജീവിതം ഭദ്രമാവും. കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ചില്ലെങ്കിലും എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു. മതി, ഈ സംസാരം നമുക്കിവിടെ നിർത്താം. മോള് പോയി അച്ചാച്ചിക്ക് ഒരു കാപ്പി എടുത്തുകൊണ്ട് വാ. മോനെ, നീ വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. ക്രിസ്റ്റിയുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയോ? ആ നമ്പർ സ്വിച്ച് ഓഫാ. ഞാൻ അവനുമായി ബന്ധപ്പെടുവാൻ വേറൊരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിഷമിക്കണ്ട ചച്ചി. ചിലപ്പോൾ പറ്റിക്കുവാൻ ഒരു ദിവസം രാവിലെ കടന്നു വന്നിട്ട് ഞെട്ടിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കും. എനിക്കറിയില്ല മോനെ, മനസ്സിനൊരു സമാധാനവും ഇല്ല. അല്ല, രാജീവിനോടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ നിനക്കൊന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറയാഞ്ഞിട്ടാണോ? അവനൊന്ന് അനുസരിക്കണ്ടേ? ഇന്നെന്നാ പച്ചയാണോ? എന്താ മൂന്തേട്ടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. കുറച്ച് ദിവസമായി വയറ്റിലൊരു വേദന. കാര്യമാക്കിയില്ല. ഇന്നലെ ഒന്ന് ഛർദിച്ചത് ചോരയാ. പോയില്ലേ? പോയിട്ട് വരുന്ന വഴിയാ. പിന്നെ കുറെ ടെസ്റ്റിന് മെഡിക്കൽ കോളേജിൽ എഴുതി തരുകയും ചെയ്തു. അതും വാങ്ങി നേരെ ഇങ്ങി പോകുന്നു അല്ലേ? അത് കയ്യിൽ കാശൊന്നും ഇല്ലായിരിക്കും അല്ലേ? ഇത് പിടിക്ക്, ഞാനല്ലേ തരുന്നത്. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം. ചെല്ല്, മൂന്തട്ടം പോയി വിശ്രമിക്ക്. എന്താ രഘു, എന്തോ സംഭവിച്ചിട്ടുണ്ട്? ഉണ്ട്, മൂന്തേടൻ്റെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അപ്സെറ്റ് ആവില്ല. എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നേ? എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം. എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. ഇനി നല്ലൊരു ഭാര്യയായി ഭാര്യയുടെ കടമകൾ നിറവേറ്റി ഞാൻ ജീവിക്കും. എൻ്റെ രഘുവേട്ടനോടും ഈ വീട്ടിലോടും ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടേ? മോളെ, ചെയ്ത കുറ്റം ഏറ്റുപറയുന്നതാ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. ഞാൻ അച്ഛന് കാപ്പി എടുക്കട്ടെ. രഘുവേട്ടൻ പോയി വേഷം മാറിയിട്ട് വാ.
ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി. എത്ര ദിവസമായി യാത്ര തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? വേണ്ട അച്ഛാ, ആകെ ഒരു മരയിപ്പ. വെളിയിലേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ സഹതാപം കലർന്ന നോട്ടം, ചിരി, സംസാരം. പിന്നെ ചിലർക്ക് എന്നോട് സംസാരിക്കാൻ തന്നെ ഭയം. പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ ഇതൊന്നും സഹിക്കണ്ടല്ലോ ഞാൻ ഇതിനെന്ത് മറുപടിയാ പറയുക? അച്ഛനൊന്ന് നിന്നേ. എന്താ മോനെ? അച്ഛൻ ഞങ്ങൾ ഇന്നെന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ആരാ ഈ ജഗത്? എനിക്കറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്. അച്ഛൻ മനസാവാച അറിയാത്ത കാര്യത്തിനും ചെയ്യാത്ത കുറ്റത്തിനുമാണ് അവൻ പകരം ചോദിക്കാൻ വന്നിരിക്കുന്നത്. സമ്മതിക്കില്ല ഞാനതിന്. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം കളയുന്ന പ്രവൃത്തി അവനിൽ നിന്നുണ്ടായ കൊന്നുകളയും ഞാൻ അവനെ. ഒരു മുഴുപ്രാന്തനായി ഞാൻ ഒരാളെ കൊന്നാൽ എന്ത് ശിക്ഷ ലഭിക്കാനാ? അച്ഛൻ വിഷമിക്കാതെ. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. എല്ലാം നേരെയാവും മോനെ. സത്യം ബോധ്യമാകുമ്പോൾ എല്ലാം നേരെയാവും. വന്ന വഴി തിരിച്ചു പോകും. എനിക്ക് അകത്തേക്ക് വരാമോ? അതെന്താ മോളെ അങ്ങനെ? കണ്ടില്ലേ അച്ഛാ, ഇതാ ഞാൻ ചോദിച്ചത്. ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന്. ഞാനിവിടെ വരുന്നത് പോലും രാജീവേട്ടന് ഇഷ്ടമില്ല. ആര് പറഞ്ഞു? അവന് നീ എന്ന് വെച്ചാൽ ജീവനാ. ആ സത്യം മറ്റാരിലും ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്കാണ്. എല്ലാം നേരെയാവുമ്പോൾ. പിന്നെ അശ്വതി എവിടെ? ഞാൻ അവിടെ നിന്ന് കാണാൻ വന്നതാ. അവളെ ഞാൻ വിളിക്കാം. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്ത് പറ്റി അച്ചു? എന്താ പറ്റിയത് നിനക്ക്? എന്തൊരു വേഷമാടി ഇത്? അമ്മയില്ലാത്ത എനിക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും പരിരക്ഷയും തന്ന എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത്. ആ അച്ഛനോട് ഞാൻ... എന്താ അച്ചു, നീ കാര്യം പറയ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ജഗത് പല പ്രാവശ്യം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയെന്ന്? ആ പറഞ്ഞു. അതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്? ശരിയാ, ഞാൻ അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയായിരുന്നു, അവനിലേക്ക് അടുക്കുകയായിരുന്നു. അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി എന്നെയും കാത്ത് അവൻ അവിടെ നിന്നിരുന്നു. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവനോടൊപ്പം ചെന്നു. ഇടയ്ക്ക് എപ്പോഴും അവൻ എനിക്കൊരു ജ്യൂസ് തന്നതായി ഓർക്കുന്നു. പിന്നെ ബോധം വന്നപ്പോൾ എനിക്കെല്ലാം നഷ്ടമായിരുന്നു. എന്നിട്ടവൻ ഇപ്പൊ വിവാഹക്കാര്യം പറയുമ്പോ ഒഴിഞ്ഞു മാറുക. ഇനി നമ്മൾ എന്താ ചെയ്യുക? എനിക്കറിയില്ല. എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ, ആത്മഹത്യ. എന്ത് മണ്ടത്തരാ നീ പറയുന്നത്? നിന്റെ അച്ഛനോട് പറയണ്ടേ? ഏട്ടനോടെങ്കിലും. വേണ്ട, എനിക്ക് കഴിയില്ല. എന്നെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ തരുമ്പോഴുള്ള അവരുടെ പ്രതികരണം എനിക്ക് പറ്റില്ല. അച്ചു, എങ്കിൽ ഞാൻ പറയട്ടെ നിന്റെ അച്ഛനോട്? വേണ്ട, നീ പോയിക്കോ. ഞാൻ തന്നെ എന്തും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തന്ന അച്ഛൻ എന്നെ വളർത്തിയത്. എൻ്റെ ഈ തെറ്റ് ഞാൻ തന്നെ പറഞ്ഞോളാം എൻ്റെ അച്ഛനോട്. പിന്നെ അഥവാ എനിക്കിത് ആരോടും പറയാൻ കഴിയാതെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരിക്കലും ആരും ഇതറിയാൻ ഇടയാകരുത്. ഈ കാര്യങ്ങൾ കാരണം പിഴച്ചു പോയിട്ട് ആ മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ നെഞ്ചു പൊട്ടി മരിക്കും. നീ പോയിക്കോ. മോളെ, അച്ഛാ, ഇനി എന്ത് ചെയ്യും മോളെ നീ അച്ഛൻ? എന്തിനാണ് നീ എന്റെ കുടുംബത്തോട് ചെയ്യുന്നത്? എന്റെ കുഞ്ഞിന്റെ ജീവിതമല്ലേടാ തുളച്ചത്. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. എന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ
മദ്യം ഒരു ആശ്രയം എന്നാക്കിയല്ലാതെ ഈ മുകുന്ദൻ മനസ്സറിഞ്ഞ് ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. എങ്കിലും മനസ്സറിയാതെ ചെയ്ത് തെറ്റായത്. അതിന് ദൈവം എനിക്ക് ശിക്ഷയും വിധിച്ചു. മെഡിക്കൽ കോളേജിൽ കൊടുത്ത ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. എനിക്ക് ബ്ലഡ് ക്യാൻസറാ. ചികിത്സയുടെ സമയമെല്ലാം കഴിഞ്ഞു. ഇനി ഒരേ ഒരു ദിവസത്തിനായി കാത്തിരുന്നാൽ മതി. മരണം വരുന്ന സമയത്തിനായി. ശത്രുപാളത്തിലേക്ക് കടന്നു വന്നു യുദ്ധം ചെയ്ത ശീലമാ ഈ ജഗത്തിനുള്ളത്. ഈ ഒരു നിസ്സാര കാരണം കൊണ്ട് തന്നെ മാധവൻ പരാജിതനായോ? കഷ്ടം. എനിക്ക് പറ്റുന്ന ശത്രുവല്ല താങ്കൾ. എങ്കിലും എനിക്കിവിടെ യുദ്ധം ചെയ്തല്ലേ പറ്റൂ. ഏത് യുദ്ധത്തിലായാലും അവസാന വിജയം സത്യത്തിനും ധർമ്മത്തിനുമായിരിക്കും. ഈ ജഗത്തിന്റെ സത്യവും ധർമ്മവും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവന്റെ വിലയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ലേലും എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ മക്കളെ നീ വെറുതെ വിടണം. സോറി അശ്വതി, ഈ ജഗത് ഇങ്ങനെയായിപ്പോയി. ശത്രുവിനെ നശിപ്പിക്കാൻ ഞാൻ സ്വീകരിക്കുന്ന മാർഗം എനിക്കൊരു വിഷയമല്ല. ശത്രുവിന്റെ നാശമാ എന്റെ ലക്ഷ്യം. നിന്റെ ആ ലക്ഷ്യം നടക്കില്ല. ഈ മുകുന്ദൻ മനസ്സറിഞ്ഞ് ആർക്കും ഒരു വിധവും ചെയ്തിട്ടില്ല. എങ്കിലും ഈ കുടുംബത്തിനു വേണ്ടി ഞാനൊരു ഉപകാരം ചെയ്യും. നിന്നെ ഞാൻ അവസാനിപ്പിക്കും. ശത്രുപക്ഷത്തിന്റെ ബലം അളന്നൂക്കി കാര്യങ്ങൾ ചെയ്യുന്നവനാ ഈ ജഗത് നാരായണൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് കരുതേണ്ട. ഈ കുടുംബത്തിന്റെ താഴ്വേരടുത്ത് മാറ്റിയിട്ടേ ഈ ജഗത് നാരായണൻ ഇവിടെ വിട്ടുപോകൂ. നമ്മുടെ ക്രിസ്റ്റി എന്തു പറ്റി? ക്രിസ്റ്റിക്ക് എന്തു പറ്റി പോലെ? കഴിഞ്ഞ ആഴ്ച ദുബായിൽ വെച്ചുണ്ടായ ഒരു വാഹന അപകടത്തിൽ അതെ അച്ഛാ, ബോഡി പോലും കിട്ടിയില്ല. കത്തിക്കരിഞ്ഞ്. ഈ വിവരം കറിയാച്ചൻ അറിഞ്ഞോ? അറിഞ്ഞ നിമിഷം മുതൽ ഒരേ ഒരു ഇരിപ്പ. ആരോടും ഒരു വാക്ക് പോലും പറയാതെ. അച്ഛനൊന്ന് അങ്ങോട്ട് ചെല്ലേ. ഞാൻ അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണോ? ഈ അപ്പനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വരുമെന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരം പോലെ ഒന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ മോനെ. ഞാൻ പോകുക. ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഇക്കിനി ആരാ ഉള്ളത്? ഇവിടെ വയ്യ മാധവേട്ട. എന്നെപ്പോലുള്ളവർക്ക് ജീവിതാവസാനം വരെ താമസിക്കാൻ